വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഇന്ന് ഉമ്മൻചാണ്ടി സാർ നമ്മോടൊപ്പം ഇല്ല എങ്കിലും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ഷേമകാര്യ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രദേശത്ത് നിന്നും മാറ്റിമറിക്കുവാൻ സാധിക്കത്തില്ല എന്നതുകൊണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുകയും കേൾക്കുകയും അതിൽ ഒരു പങ്കാളികളാവുകയും ചെയ്തിട്ടുള്ളവരാണ് ഇന്ന് ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം അദ്ദേഹം കേരളത്തിലുള്ള ജനങ്ങളോട് പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാം എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പ് തന്റെ ഏറ്റവും വിശ്വസ്തനായ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അത്രത്തോളം ഉമ്മൻചാണ്ടി സാറുമായി ആത്മബന്ധമുള്ളവരാണ്. 2013 തോന്നുന്നു KSUയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കും. പ്രിയപ്പെട്ട ഞാനന്ന് KSU അസംബ്ലി പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് അദ്ദേഹം അതിനകത്ത് രസകരമായ ഒരു കഥ അവതരിപ്പിച്ചു. എന്റെ മുന്നിൽ ഈ ഓഡിറ്റോറിയത്തിലെ ഒരു പോർഷൻ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുക. ഇത് കാണുമ്പോൾ എനിക്ക് ആ കഥ ഓർമ്മ വരുന്നത്. പണ്ട് കോട്ടയത്ത് ഉമ്മൻചാണ്ടി സാർ പ്രസിഡന്റും തിരുവഞ്ചൂർ സാറിനൊക്കെ നയിക്കുന്ന ഒരു പരിപാടി കോട്ടയത്ത് ഓഡിറ്റോറിയത്തിൽ പേര് നോക്കുന്നില്ല. അദ്ദേഹം തന്നെ 2013 പറഞ്ഞൊരു കഥയാണ്. ഈ പരിപാടി നടത്തുകയും വയനാട് വഴിയാണ് ആ പരിപാടിയുടെ ഉദ്ഘാടനമാണ് എന്റെ ഓർമ്മ. അപ്പൊ അദ്ദേഹം വരാൻ ഒരുപാട് വൈകിയപ്പോൾ ഉമ്മൻചാണ്ടി സാറും പ്രിയപ്പെട്ട തിരുവഞ്ചൂർ അദ്ദേഹവും ഓഡിറ്റോറിയത്തിലെ കഥകൾ ഓരോ സൈഡിലും വെളിയിലുള്ള ആ ഒരു ചരിത്രം അന്നത്തെ സെക്ഷനിൽ അദ്ദേഹം പറഞ്ഞു. ഏതാണ്ട് അതോട് ചേർന്നിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ പദ്ധതി വെച്ച് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇന്ന് ഈ പരിപാടി എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ക്ലോസിങ്ങിന്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. പ്രിയപ്പെട്ട സാറിന്റെ നാമധേയത്തിൽ തുടങ്ങിയ ഈ സംഘടനയ്ക്ക് പൊതുജന സമക്ഷം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഈ ആൾക്കൂട്ടം കണ്ടാൽ തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടുന്നു. ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ട ഉദ്ഘാടകന് വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിനാൽ ഈ യോഗം ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നട്ടല് കൂടിയായ ഏറെ പ്രിയപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുടെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. സംഭവം തീർന്നിട്ടില്ല, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സർവകലാശാലകളിൽ ചെല്ലുന്ന പാവപ്പെട്ട കുട്ടികളെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ എന്ന് എനിക്കറിയില്ല. പലരിൽ നിന്നും പണം കടമാക്കി വീട് പണിയപ്പെടുത്തിയും ഒരു സർവകലാശാല വിദ്യാഭ്യാസം നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കലാലയത്തിൻ്റെ മുറ്റത്തെത്തുന്ന എത്രയോ കുട്ടികൾ നിങ്ങൾക്കറിയാം. ഇന്നിപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ പോലീസും SFI ചേർന്ന് യൂണിവേഴ്സിറ്റി തന്നെ പിടിച്ചിട്ടില്ല. തോളോട് തോടുകൂടിയാണ് അവർ ആ നടപടിയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ സർവകലാശാലയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. നിങ്ങൾ ഓർക്കുമെന്ന് എനിക്കറിയാം. ജോൺ മത്തായി എന്ന് പറയുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലെ ചെയർമാനായിരുന്നയാളാണ്. അത് ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയല്ല. നമ്മുടെ കേരളത്തിലെ എല്ലാ കോളേജുകളും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള തിരുക്കൊച്ചി പ്രദേശത്തെ മുഴുവൻ സ്ത്രീകൾക്കും എല്ലാ കോളേജുകളും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയായിരുന്നു നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് കൊടുത്ത് ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചു വരുത്തുന്നതിന് പകരം
അന്നത്തെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി. വൈസ് ചാൻസലറുടെ സമയം നോക്കി, ടൈം നോക്കി, ആ വൈസ് ചാൻസലറുമായി സംസാരിച്ച് അത് VC-ക്ക് പറയാനുള്ളത് കേൾക്കുകയും മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് പറയുകയും അതിൻ്റെ അടിയിൽ കൊണ്ട പടക്കം വെക്കും. അവർക്ക് നേരത്തെ ജീവൽ ഭയമില്ലാതെ നടക്കാൻ നിവൃത്തിയില്ല. ക്ലാസ് മുറിയിൽ പാമ്പിനെ കൊണ്ടിടും. കുട്ടികളെ ഭയന്നോടുമ്പോൾ സന്തോഷത്തോടു കൂടി കൈയടിച്ച് ചിരിക്കും. ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഈ ക്രൂരമായ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സർവകലാശാലകൾ അത് സമാധാനത്തിൻ്റെ സ്ഥലമായി മാറേണ്ടതല്ലേ? ശാന്തമായിരുന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണ്ടേ? ഇനി കുട്ടികൾ 4 പേര് സമരം ചെയ്തു എന്നിരിക്കട്ടെ, ആ സമരത്തോട് സ്നേഹത്തോടു കൂടി പറഞ്ഞവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമല്ലേ നോക്കേണ്ടത്? ഞാനിന്ന് നോക്കിയപ്പോൾ കത്തിക്കാളി നിൽക്കുന്ന സമരത്തിൻ്റെ മധ്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, സ്വയമേവ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ടാണ് എൻ്റെ വിലയിരുത്തൽ. ഇപ്പോഴും ആ വിലയിരുത്തലിന് വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ നടക്കുന്നതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞാൽ സമരം ചെയ്ത കുട്ടികളുടെ കയ്യിൽ നിന്ന് സമരത്തിൻ്റെ കടിഞ്ഞാണ് അദ്ദേഹം തന്നെ നേരിട്ട് മേടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവിടെ കോലാഹലമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് എവിടെ പോകാൻ കഴിയും? കേരളത്തിലെ യുവതലമുറയെ വിലയിരുത്തല്ല നമ്മൾ. ഈ യുവതലമുറ ഏതാണ്ട് കഴിഞ്ഞ ഒരു 7-8 കൊല്ലം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കേരളം വിട്ടുപോയത്. കേരളം മാത്രമല്ല, ഇന്ത്യ വിട്ടുപോയി. അവരിൽ പലരും ഇനി മടങ്ങി നമ്മുടെ നാട്ടിൽ വരണമെന്ന് നിർബന്ധമില്ല. ഇതിനേക്കാൾ മെച്ചപ്പെട്ട കാലാവസ്ഥയിൽ അവർക്കവിടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവരവിടെ തന്നെ തമ്പടിച്ചു കൂടുകയേ ഉള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവർ പഠിച്ച് കുറേ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി അന്യ സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള നടപടിയല്ലേ ഇവിടെ നടക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു സ്മാരക സ്തൂപം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ 18-ാം തീയതി ഈ മണ്ഡലത്തിൽ നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള ശൈലിക്കട ഭാഗത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ കൊടിമരം നിൽക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കുവാനും ഈ സമിതി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാവന സ്വാതന്ത്ര്യം ജനങ്ങളുടെ ഇടയിൽ എന്നോ നിലനിർത്തുന്നതിനും ഓർമ്മിപ്പിക്കുന്നതിനും ഉപകരിക്കുന്നതാണ്. ഗവൺമെൻറ് ഉദ്ഘാടനങ്ങളുടെ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറിൽ ആകർഷകരാകുന്നത് അദ്ദേഹം ബാലനസഖ്യം പ്രസിഡന്റായിരിക്കുന്ന കാലം മുതൽ കേരളത്തിൽ ശ്രദ്ധേയനായ ഒരു ബാലനായിരുന്നു. അതിനുശേഷം അദ്ദേഹം KSU പ്രസിഡന്റായിരുന്നപ്പോൾ നമ്മുടെ കൊല്ലത്ത് 1969 നടന്ന 11ാം സംസ്ഥാന സമ്മേളനം അദ്ദേഹത്തെ വീണ്ടും 3ാമത്തെ പ്രാവശ്യം KSU സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമ്പോൾ നടക്കുന്ന സമയത്ത് അന്ന് KSU നയിക്കുന്ന മറ്റ് നേതാക്കന്മാരുടെ പട്ടികയിൽ പ്രബലനും പ്രമുഖനുമായിരുന്നു മുൻ ബാലനസഖ്യം പ്രസിഡന്റ് കൂടിയായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മുൻഗാമിയായി ബാലനസഖ്യം പ്രസിഡന്റായ ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണനോട് ഉന്നത വിജയം കരസ്ഥമാക്കുവാനും കഴിഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റാണ് SSLC-യും +2-വും കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ കാലഘട്ടം. ഇന്നലെ വരെ നിങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതുമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കല്ല നിങ്ങൾ പോകുന്നത്. അത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയായാലും മെഡിക്കൽ കോളേജുകളായാലും എഞ്ചിനീയറിംഗ് കോളേജുകളായാലും ലോ കോളേജുകളായാലും അതല്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളായാലും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ കൂടുതൽ ഒരു കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന ഈ പവിത്രമായ വിദ്യാഭ്യാസം. ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വസന്ത കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളെല്ലാം ഓരോ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് പിന്നെ കിടക്കുന്നത്. ജോലിയിലേക്കായാലും
അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലേക്കായാലും കുടുംബജീവിതത്തിലേക്കായാലും ഒക്കെ പ്രാപ്തരായി നമ്മൾ പോകുമ്പോൾ അതിനു മുമ്പ് നടക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഈ വസന്ത കാലഘട്ടം അത് മികവുറ്റതാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ നമ്മുടെ വസന്തകാലത്തെ തല്ലിക്കെടുത്തുവാനും നശിപ്പിക്കുവാനും പലവിധമായ പ്രലോഭനങ്ങളുമായി ആളുകൾ, അത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്നേഹത്തിൻ്റെയും ലാളനകളുടെയും സഹായത്തിൻ്റെയും ഒക്കെ പരിവേഷങ്ങളുമായി പല ആളുകളും നമ്മളെ സമീപിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മൂല്യാധിഷ്ഠിതമായ കാലഘട്ടം, ജീവിതത്തിലെ ഏറ്റവും വസന്തമായ കാലഘട്ടം തല്ലിക്കെടുത്തുവാനുള്ള സാഹചര്യങ്ങളുമായി എത്തിച്ചേരുന്ന ആളുകളോട് പ്രത്യേകമായ കരുതലും ശ്രദ്ധയോടും കൂടി നിങ്ങൾ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്.
സാന്നിധ്യവും ഈ സംഘടന പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്നതിന് അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട വിശാലിനോടൊപ്പം സഹകരിച്ച പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് പ്രോത്സാഹനം നൽകിയ പാർട്ടി നേതാക്കന്മാർക്ക് എല്ലാവർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.